തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദത്തിൽ ആവേശത്തിലാണ് ബി.ജെ.പി. തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിജയാഹ്ലാദ റാലി. വിജയശ്രീ ലാളിതരായ 50 കൗൺസിലർമാരുമായി ഓപ്പൺ ജീപ്പിൽ ഒരു ആഹ്ലാദ റാലി. അതിന് നേതൃത്വം വഹിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ ആരാകും മേയറായി എത്തുക? സൂചന ലഭിച്ചു തുടങ്ങിയോ? അശ്വതി, ബി.ജെ.പിയുടെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അത് ബി.ജെ.പി ഏറ്റവും ക്രിയാത്മകമായി ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പറച്ചിലോ ഒന്നും തന്നെ ഉണ്ടാവും. ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല. സംഘടന ഒരാളെ തീരുമാനിക്കും. ആ സംഘടന തീരുമാനിക്കുന്ന ഒരു ആൾ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട മേയർ ആരാകും എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് സംഘടനയാണ്. ആ അന്തിമമായ തീരുമാനം മാത്രമാണ് ഉണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഒരു അച്ചടക്കമുള്ള സംഘടന ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തങ്ങൾക്ക് മേയറാകണം അല്ലെങ്കിൽ താൻ മേയറാകും എന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു സംഘടനയിലെ ഈ ഒരു സംഘടനയ്ക്കകത്ത് ബി.ജെ.പിക്കുള്ളിൽ പ്രത്യേകിച്ച് ഒരാൾ പോലും അത്തരത്തിലുള്ള നിലപാടുമായി രംഗത്തെത്തുകയില്ല. അതുകൊണ്ട് തന്നെ സംഘടനയായിരിക്കും ഇതിന്റെ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. മേയർ ആരാകണമെന്ന തീരുമാനത്തിലേക്ക് സംഘടനയായിരിക്കും അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സംഘടനാ ചർച്ചകൾ പ്രത്യേകിച്ച് ഭരണത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത് ബി.ജെ.പിയുടെ ഈ ഒരു വിജയാഹ്ലാദ റാലിക്ക് ആവേശപൂർണമായ ഒരു സ്വീകരണം തന്നെയാണ് നാട്ടുകാർ നൽകുന്നത്, അനന്തപുരി നിവാസികൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വാഹനങ്ങളിൽ പോകുന്നവർ പോലും വലിയ ആഹ്ലാദത്തോടുകൂടി ബി.ജെ.പിയുടെ കൗൺസിലർമാർ എത്തുമ്പോൾ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കൈയുയർത്തുമ്പോൾ അവരൊക്കെ വലിയ ആഘോഷത്തോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ കടന്നു പോകുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. 14 വാഹനങ്ങളിലായി 50 കൗൺസിലർമാർ ഇപ്പോൾ അനന്തപുരിയുടെ വിരിമാറിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അനന്തപുരിയിലെ ഓരോ ജനങ്ങൾക്ക് മുന്നിലും നേരിട്ടെത്തി അവർക്ക് മുന്നിൽ നന്ദി അറിയിക്കുകയാണ്. തങ്ങളുടെ 50 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് തങ്ങളുടെ കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന അനന്തപുരി നിവാസികൾക്ക് അവർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വിജയം. പ്രത്യേകിച്ച് സംഘടനാ തലത്തിലുള്ള അച്ചടക്കത്തിലൂടെയുള്ള പ്രവർത്തനം ബി.ജെ.പി പ്രവർത്തകരുടെ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു തലത്തിലേക്ക് ബി.ജെ.പിയെ ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 14 തുറന്ന ജീപ്പുകളിലായി 50 കൗൺസിലർമാർ തിരുവനന്തപുരം നഗരത്തെ കറങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ വിജയാഹ്ലാദ റാലി നന്ദി അറിയിപ്പിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദ റാലി എത്തി നിൽക്കുന്നത് കരമന ജംഗ്ഷനോട് അടുക്കുകയാണ്. കരമനയുള്ള ഓരോ ജനങ്ങളും ഈ വിജയാഹ്ലാദ റാലിയുടെ ഭാഗമാകുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഓരോ കൗൺസിലർമാരും സ്നേഹത്തോടുകൂടി ആ ജനങ്ങൾക്ക് മുന്നിൽ കൈ ഉയർത്തുമ്പോൾ ആ കൈ തിരിച്ച് അതേ സ്നേഹത്തോടുകൂടി തിരിച്ച് ജനങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച ഓരോരുത്തരും നമുക്കിപ്പോൾ അനന്തപുരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് അനന്തപുരി നിവാസികൾ ഈ 50 കൗൺസിലർമാർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് ഇപ്പോൾ അനന്തപുരിയിൽ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേശജനമായ സ്വീകരണം തന്നെയാണ് ഈ വിജയാഹ്ലാദ റാലിയിൽ കൗൺസിലർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 50 കൗൺസിലർമാർക്കൊപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ഒപ്പം തന്നെ നിരവധി പ്രവർത്തകരും ബൈക്ക് റാലിയായി പിന്നാലെ കൂടുന്ന കാഴ്ച അനന്തപുരിയെ പൂർണ്ണമായും തീർച്ചയായും വിനീഷ്, മറ്റൊരു കാര്യം കൂടി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഈ ബി.ജെ.പിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കേരളത്തിൽ കാണുന്നു. അതായത് അവിടുത്തെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നേരെ വധഭീഷണി മുഴക്കുന്നു, വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു,
ചെയ്യുന്നു. ഈ കഷ്ടപ്പെട്ടൊട്ടിക്കുന്ന BJP-യുടെ പോസ്റ്ററുകളെല്ലാം വലിച്ചു കീറി കളയുന്നു, BJP-യുടെ ഓഫീസിന് തീയിടുന്നു, BJP-യുടെ ഓഫീസ് നശിപ്പിക്കുന്നു. അങ്ങനെ നിരവധി ഒരുപാട് തരത്തിൽ ഈ BJP-യെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു CPM-ഉം കോൺഗ്രസും ചേർന്ന്. എന്തായാലും ജനങ്ങൾ ഈ BJP-യെ കാത്തു. BJP-യിൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് ജനങ്ങൾ നൽകി. അതിന്റെ പിൻബലത്തിൽ ജനങ്ങളുടെ ഒരു ഒറ്റ ഉറപ്പിന്മേൽ, അവരുടെ ആ ഒരു വിശ്വാസത്തിന്മേലാണ് BJP തലസ്ഥാനത്തടക്കം കൊടി നാട്ടിയത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഇത്തരം ഒരു ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ BJP നേതൃത്വം അതിനെ എങ്ങനെയാകും പ്രതിരോധിക്കുക? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ ആ വിജയാഹ്ലാദം, വിജയാഘോഷത്തിലാണ് BJP. അങ്ങനെ ഒടുവിൽ തലസ്ഥാനം 45 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ചെങ്കോട്ട തകർത്ത് തരിപ്പണമാക്കി അവിടെ താമരപ്പൂ വിരിയിച്ചിരിക്കുകയാണ് BJP. അതിന്റെ ആഹ്ലാദ പ്രകടനം, ജനങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് 50 കൗൺസിലർമാരും ഒപ്പം BJP-യുടെ ദേശീയ സംസ്ഥാന അധ്യക്ഷനും കൂടി ചേർന്ന്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഈ BJP ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. UDF-ഉം CPM-ഉം ചേർന്ന് ഈ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നു, അവർക്കെതിരെ വധഭീഷണി ഉന്നയിക്കുന്നു, ഒപ്പം പല വോട്ടർമാരെയും പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു ശ്രമം ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ വർഗീയ ശക്തികളെ അടക്കം കൂട്ടുപിടിച്ച് BJP-യെ തോൽപ്പിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അപ്പോൾ വരും ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ BJP-യുടെ വിജയം അവരുടെ മസ്തകത്തിനേറ്റ അടി തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അടങ്ങിയിരിക്കില്ല. വരും ദിവസങ്ങളിലും BJP ആക്രമിക്കാനുള്ളൊരു ശ്രമം പലതരത്തിലും ഉണ്ടാകും. എങ്ങനെയായിരിക്കും ആ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കുക BJP? കോൺഗ്രസിനുമേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് BJP-യുടെ ഈ ഒരു വിജയാഘോഷം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ BJP-യുടെ തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഓഫീസ്, BJP-യുടെ ബൂത്ത് ഓഫീസ് അടക്കം CPM പ്രവർത്തകർ അടിച്ചു തകർക്കുകയും തീയിട്ട് കത്തി നശിപ്പിക്കുകയൊക്കെ ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചതാണ്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രഹരം ഈ 50 BJP കൗൺസിലർമാർ വിജയിച്ചതോടുകൂടി CPM-നും കോൺഗ്രസിനും വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇരുവരും ചേർന്നുള്ള ഒരു അഴിമതി ഭരണമായിരുന്നു തിരുവനന്തപുരത്തെ നയിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് BJP-ക്കുണ്ടായ ഈ ചരിത്ര വിജയം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസും CPM ഒക്കെ ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം ഒക്കെ ആലോചിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ തങ്ങൾക്ക് ഒരുമിച്ച് ഭരിക്കാൻ തിരുവനന്തപുരം നഗരസഭയിൽ സാധിക്കും, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് LDF-ഉം UDF-ഉം ശ്രമം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിന്റെ ഈ കൗൺസിലർമാർ 50 BJP കൗൺസിലർമാർ വിജയിച്ച സാഹചര്യത്തിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ വ്യക്തമാക്കിയത് തങ്ങൾക്ക് BJP-യെ മാറ്റി നിർത്താൻ, തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും പാലക്കാട് നഗരസഭയിൽ നിന്നും BJP-യെ മാറ്റി നിർത്താൻ ഏതൊക്കെ തരത്തിലുള്ള വഴികൾ സ്വീകരിക്കാൻ സാധിക്കും, അത്തരം നീക്കങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അതിന് സമാനമായ ശ്രമം ഇപ്പോഴും നടക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനം കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി ജയിച്ച തിരുവനന്തപുരം നഗരസഭയിലെ കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്രനായി വിജയിച്ച രാജാകൃഷ്ണന് ഏത് വിധാനവും തങ്ങളുടെ കൂട്ടാൻ CPM-ഉം കോൺഗ്രസും ശ്രമം നടത്തി തുടങ്ങി എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിജയം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഏത് വിധേനയും BJP-യെ ഭരണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയാൽ മാത്രമേ CPM-ഉം കോൺഗ്രസും ഇതുവരെ നടത്തിയ അഴിമതികൾ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു പിടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നിരവധി അഴിമതികൾ നടത്തി ആ അഴിമതികളൊക്കെ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം ഇരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നടത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും BJP
50 എന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലെത്തുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്കൊക്കെ ബിജെപിക്ക് 51 സീറ്റുകളാണ് തിരുവനന്തപുരം നഗരസഭയിൽ വേണ്ടത്. പക്ഷേ നിലവിൽ 50 എത്തുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിൽ ബിജെപിക്ക് ആദ്യഘട്ടങ്ങളിൽ ഭരണം നടത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണം ബിജെപി നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം തന്നെ ഏത് വിധേനയും ബിജെപി എന്ന രാഷ്ട്രീയ സംഘടന ഏതൊക്കെ ത്രിതല പഞ്ചായത്തുകളിലാണോ, ഒപ്പം തന്നെ കോർപ്പറേഷനിലാണോ, മുനിസിപ്പാലിറ്റിയിലാണോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പഞ്ചായത്തുകളിലാണോ, ഒപ്പം തന്നെ കോർപ്പറേഷനിലാണോ, മുനിസിപ്പാലിറ്റിയിലാണോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷികളായി വന്നിട്ടുള്ളത്, അവിടെയൊക്കെ CPM കോൺഗ്രസ് അന്തർധാര സജീവമാക്കുകയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും നേതാക്കൾ നടത്തുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞത് ഇന്ന് രാവിലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിച്ചത് അത്തരത്തിൽ തന്നെയുള്ള നിലപാടുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ബിജെപിയുടെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിച്ചത് CPM അല്ലെങ്കിൽ മന്ത്രി കൂടിയായ മന്ത്രി V ശിവൻകുട്ടി കണ്ണമ്മൂലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നേരിട്ട് തന്റെ വസതിയിലേക്ക് വിളിച്ച് കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം വരെ എത്തുന്നു. പ്രത്യേകിച്ച് നമുക്കത് കാണാൻ സാധിച്ചതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായി അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ നിന്ന് ബിജെപിയെ നീക്കി നിർത്താനുള്ള ശ്രമം നടത്തുന്നു.